ശരി സർ, IPMAT എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എൻട്രൻസ് എക്സാം മാത്രമാണോ, അതല്ലെങ്കിൽ കുട്ടികളുടെ മൈൻഡ് സെറ്റും ഫ്യൂച്ചർ ഡയറക്ഷനൊക്കെ മാറ്റുന്ന ഒരു ജേണിയാണോ? IPA എന്നുള്ളത് IIM ഇൻഡോർ, IIM ഷില്ലോങ് തുടങ്ങിയ ഇന്ത്യയിലെ പല പ്രമുഖ സ്ഥാപനങ്ങളും ഓഫർ ചെയ്യുന്ന ഒരു കോഴ്സിൻ്റെ പേരാണ് IPA എന്നുള്ളത്. BBA പ്ലസ് MBA അടങ്ങുന്ന ഒരു 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് ഡുവൽ ഡിഗ്രി പ്രോഗ്രാമാണ് IPA. IPAയിലേക്കുള്ള ഒരു എൻട്രൻസ് എക്സാമിനെയാണ് നമ്മൾ IPMAT എന്ന് വിളിക്കുന്നത്. അപ്പോൾ IPMATൻ്റെ ഒരു ഡ്യൂറേഷൻ എങ്ങനെയാണ് വരുന്നത്? ഏകദേശം ഒരു 5 ഇയേഴ്സാണ് വരുന്നത്. വേണമെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിന് BBA കഴിഞ്ഞതിന് ശേഷം ക്വിറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് കൂടിയുണ്ട്. അവർക്ക് MBA കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല, വേണമെങ്കിൽ BBA കംപ്ലീറ്റ് ചെയ്തിട്ട് ക്വിറ്റ് ചെയ്യാം. അതിനുള്ള സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് അവർക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ എലിജിബിലിറ്റി എന്താണ്? എലിജിബിലിറ്റി എന്ന് പറയുന്നത് 12th പാസ്സാവുക, അതിൻ്റെ ഒപ്പം തന്നെ 20 വയസ്സിൽ കവിയാതിരിക്കുക. ഇതാണ് സിംപ്ലി പറഞ്ഞാൽ അതിൻ്റെ എലിജിബിലിറ്റി. അപ്പോൾ IPMATന് എത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ട് ഇതിൽ? കോമ്പറ്റീഷൻ കഴിഞ്ഞ വർഷത്തെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 30,000 സ്റ്റുഡൻസ് ആണ് എക്സാം എഴുതിയിട്ടുള്ളത്. അതിൽ അവൈലബിൾ ആയിട്ടുള്ള സീറ്റ് വെറും 1,500 അപ്പോൾ അതിൻ്റെ ഒരു കോമ്പറ്റീഷൻ ഹൈപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹൈ ലെവൽ നമുക്ക് എന്താക്കും മനസ്സിലാവും. അതിന് ഏകദേശം 30,000-ഓളം സ്റ്റുഡൻസ് എഴുതുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വെറും 1,500 സ്റ്റുഡൻസിനെ അതിൽ സീറ്റ് കിട്ടാറുള്ളൂ. അത്രയും വലിയ ഒരു ടഫസ്റ്റ് എക്സാമിനേഷൻ തന്നെയാണ്. ബട്ട് നമുക്ക് ഏത് നിലക്കും ട്രൈ ചെയ്ത +2 സ്റ്റുഡൻസിനൊക്കെ ക്രാക്ക് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലൊരു എക്സാമിനേഷൻ തന്നെയാണ്.